ഹലോ ഗെയ്സ്, ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാച്ചോറെന്ന് പറയും, അതായത് മഞ്ഞച്ചോറ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം പേസ്റ്റോടെയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. പിന്നെ മെയിൻ ഐറ്റമായ ഉപ്പ്, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടിയൊക്കെയാണ് പൊടി ഐറ്റങ്ങൾ ചേർക്കുന്നത്. വെജിറ്റബിൾ ചേർക്കുന്നത് തക്കാളി, പച്ചമുളക്, ക്യാരറ്റ്, മല്ലിയിലൊക്കെയാണ്. മസാലകളിൽ ഏലക്ക, പട്ട, ഗ്രാമ്പു, തക്കോലൊക്കെയാണ്. തേങ്ങാച്ചോറിന് വേണ്ടി നമ്മൾ അരി എടുത്തിരിക്കുന്നത് ജയ അരിയാണ്. നല്ല വേവുള്ള അരിയാണ് ജയ അരി. അപ്പോൾ നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കാം. ആദ്യമായി ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം ഇഞ്ചി ചതച്ചതിടുക, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചെല്ലാം ഇടുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക. ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് സവാള ഇടുക. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് മെയിൻ ഐറ്റമായ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കാം. നല്ല കട്ടി തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് തുണ്ടമുളക് ഇടാം. നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി നല്ല തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർക്കാം. അരി ഇട്ടതിന് ശേഷം ഏകദേശം ഒരു 10-15 മിനിറ്റ് നമുക്കിത് മൂടി വയ്ക്കാം. നമ്മൾ വിറകടുപ്പിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം ഇത് അടുപ്പ് മാറ്റി ബാക്കി ക്യാരറ്റും തക്കാളിയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം തന്നെ ഏകദേശം പകുതി വേവായി. ഇത് നല്ലപോലെ തന്നെ ക്യാരറ്റും തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് മൂടി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടപ്പൊക്കെ മാറ്റി ശകലം കൂടെ മിക്സ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ച പോലെ ചോറൊക്കെ അങ്ങ് വിട്ട് തന്നെ ഇരിക്കുന്നത്. നമ്മൾ അടിയിലൊന്നും പിടിക്കാതെ തന്നെ കിട്ടി. അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് റെഡിയായി. 2-3 ഐറ്റംസ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് തേങ്ങാച്ചോറ്. ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ചിക്കൻ കറിയും പരിപ്പ് കറിയൊക്കെയാണ്, കൂടെ അച്ചാറും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.